ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് സൺഡേ ആണ്. ആദ്യം തന്നെ ഞങ്ങളൊരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. വീക്കിലി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒത്തിരി പൊടി പിടിക്കും, അത് പിന്നെ നമുക്ക് തന്നെ ഡിഫിക്കൽട്ട് ആകും. ക്ലീനിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് 2 ഡേയ്സിലേക്കുള്ള ഇഡ്ലിക്കുള്ള പ്രിപ്പറേഷൻ ആണ്. ഞാനിവിടെ ഇഡ്ലിക്കായിട്ട് ചെറുപയർ മുളപ്പിച്ചതും റാഗിയും ഉഴുന്നും ഓരോന്നും 1 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് റിൻസ് ചെയ്യാം. 2025 സ്റ്റാർട്ട് ചെയ്തപ്പം ഡിസൈഡ് ചെയ്തതാണ് അരിയാഹാരം കുറച്ച് കുറയ്ക്കാന്നുള്ളത്. ഇനി ഇത് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം 1/2 കപ്പ് അവില് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിനിമം 6 hours എങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഈ വീക്കിലേക്ക് വാങ്ങിച്ച ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ആവശ്യത്തിന് സോൾട്ടും പെപ്പർ പൗഡറും ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ സിപ്ലോക്ക് ബാഗ്സിലാക്കി ഫ്രീസറിൽ വെക്കും. മോൾക്കൊക്കെ ചിക്കൻ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ 7 o'clock ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. സോക്ക് ചെയ്യാനായിട്ടെടുത്ത വെള്ളം തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് ഫെർമെൻറ്റേഷനായിട്ട് വെക്കുക. ഇത് മൺഡേ മോർണിംഗ് ആണ്. ഞാൻ വിചാരിച്ചു ഇന്നലെ അരച്ചു വെച്ച മാവ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൺഡേ പ്രിപ്പറേഷൻസ് മൺഡേ ഈസി ആക്കാൻ ഹെൽപ്പ് ചെയ്യുമല്ലോ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.